ഇന്നലെ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മുടെ ജാസ്മിന്റെ അഫ്സലിക്ക ബിഗ് ബോസിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി രൂപത്തിൽ വരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ പിന്നെ ഒരുപാട് പേരാണ് ആ ഒരു വീഡിയോന്റെ താഴെ കമന്റുകളായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും അറിയാവുന്ന ഒരു വാട്സപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ, വന്നു കഴിഞ്ഞാൽ പൊളിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അഫ്സൽ ആരാണെന്ന് അറിയാത്തവർക്ക് വേണമെങ്കിൽ പറയാം. ജാസ്മിനെ മുന്നേ ഫോളോ ചെയ്യാതിരുന്നവർക്ക് ചിലപ്പോൾ അഫ്സൽ ആരാണെന്നുള്ള കാര്യം അറിയില്ല. അഫ്സൽ അമീർ എന്നാണ് ഫുൾ നെയിം എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു യൂട്യൂബ് അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ കാറ്റഗറിയിൽ ജാസ്മിനെ പോലെ തന്നെ പോകുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അഭിനയിച്ചതായിട്ട് കേൾക്കുന്നു. നമ്മുടെ ജാസ്മിന്റെ അടുത്തൊരു കൂട്ടുകാരനായിരുന്നു. പിന്നീട് ജാസ്മിന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് അവിടെ വെച്ച് ബ്രേക്കപ്പ് ആയ സമയത്ത് അത് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മുന്നാക്ക എന്ന് പറയുന്ന വ്യക്തിയായിട്ട്, ജാസ്മിന്റെ മുന്നാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ അന്ന് യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയായിട്ട് ഉള്ള ഒരു ബന്ധം ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് നമ്മുടെ അഫ്സൽ ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്നതും ജാസ്മിൻ അത് സമ്മതിക്കുന്നതും. പിന്നീട് ജാസ്മിന്റെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ ഒക്കെ കേട്ട സമയത്ത് ഇവരുടെ എൻഗേജ്മെന്റ് അധികമാരെയും അറിയിക്കാത്ത രീതിയിൽ നടത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞിരുന്നത്. പിന്നീട് ജാസ്മിനും വീടിനകത്തും പുറത്തും വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാളായിട്ട് ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിൽ ജാസ്മിന്റെ ഭാഗത്തു നിന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് നമ്മുടെ ഗബ്രി ജാസ്മിൻ ഈ ഒരു ബന്ധം ഇങ്ങനെ ബിഗ് ബോസിൽ ഉടലെടുത്ത് വന്നതും. അത് സൗഹൃദമാണോ അല്ലെങ്കിൽ പ്രണയമാണോ, ഇവരെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടാൽ അത് സൗഹൃദമല്ല, തീർച്ചയായിട്ടും വളരെ ആർദ്രമായ ഒരു പ്രണയബന്ധം പോലെ തോന്നുള്ളൂ. കാരണം ഉമ്മ വയ്ക്കുക, കെട്ടിപ്പിടിക്കുക, സമാധാനിപ്പിക്കുക. ജാസ്മിൻ മറ്റോ ഒന്നിലും ശ്രദ്ധിക്കാതെ ഗബ്രിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിന്റെ കണ്ണിലിട്ട് നോക്കിയിരിക്കുക. അങ്ങനെയുള്ള തോന്നുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നും ഇത് ഒരു പ്രണയബന്ധം തന്നെയാണെന്നുള്ള രീതിയിൽ. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്യുന്നത്. കാരണം ബിഗ് ബോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇത് കാണുന്ന ഒരുപാടധികം ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഇവരുടെ ഓരോ കാര്യങ്ങളും അറിയാനായിട്ട് താല്പര്യം കാണിക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ ഗബ്രി ജാസ്മിനെ പ്രണയിച്ചാലും അഫ്സൽ ജാസ്മിനെ പ്രണയിച്ചാലും ജാസ്മിൻ ആരെ കല്യാണം കഴിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ജാസ്മിൻ നിൽക്കുന്ന സ്ഥലം ബിഗ് ബോസ് ആയിപ്പോയി, അതറിയാനായിട്ടുള്ള അവകാശം നമ്മൾ വ്യൂവേഴ്സിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതാദ്യം ഒന്ന് പറഞ്ഞേക്കട്ടെ. ബിഗ് ബോസിൽ നമ്മുടെ ഹിന്ദി സീസണുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണ്, ഇപ്പോൾ ഒരു പെണ്ണും ചെക്കനും തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തൊരു ബന്ധമുണ്ടെങ്കിൽ ആ ഒരു പ്രണയിക്കുന്ന വ്യക്തിയെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ ഗെയിം ആകെ മൊത്തം ആട്ടപ്പട്ടലം പൂട്ടിക്കുക എന്നുള്ളൊരു പരിപാടി ബിഗ് ബോസ് ഹിന്ദിയിൽ ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി സീസണുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ടാസ്കുകളും അതുപോലെ തന്നെ ഒരു 4 ബെഡ്റൂം എന്ന കോൺസെപ്റ്റും എല്ലാം ഹിന്ദി ബിഗ് ബോസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മൂവ്മെന്റ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു അഫ്സൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെ ബിഗ് ബോസിലേക്ക് ഒരു വൈൽഡ് കാർഡിന്റെ രൂപത്തിൽ കൊണ്ടുവരാനായിട്ട് നല്ല സാധ്യത കാണുന്നുണ്ട്. ഞാനൊരു സാധ്യതയെ പറ്റിയാണ് ഇന്നലെയും പറഞ്ഞിട്ടുള്ളൂ. 100% ഉറപ്പായിട്ടും അഫ്സൽ ബിഗ് ബോസിലേക്ക് വരുമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു സാധ്യതയെ പറ്റി മാത്രമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ബിഗ് ബോസ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ട് അഫ്സലിനെ എങ്ങാനും ബിഗ് ബോസ് മലയാളം സീസൺ 6 കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗെയിം മാറുന്ന മാറ്റം നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ജാസ്മിൻ ആദ്യം പറഞ്ഞിരുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ്, എൻ്റെ കല്യാണം ഉറപ്പിച്ചൊരു വക്കിൽ നിൽക്കുകയാണ്, അതുപോലെയൊക്കെയാണ് ജാസ്മിൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് നാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജാസ്മിൻ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, ഞാൻ കമ്മിറ്റഡ് അല്ല, എന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രപ്പോസൽ ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലൊരു കല്യാണാലോചനയായിട്ട് അവൻ വന്നു, ഞാൻ ബിഗ് ബോസിന് ശേഷം അതിനെപ്പറ്റി ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്നൊക്കെയാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് ഗബ്രി ആയിട്ടുള്ള ഈ ബന്ധം തുടങ്ങിയതിന് ശേഷം പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ ജാസ്മിൻ്റെ അച്ഛൻ്റെ ഇന്റർവ്യൂ വരുന്നത്. രണ്ടുപേരും പറയുന്നത് താരതമ്യം എന്നാണ്, പെടുത്താൻ പറ്റാതെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറയുന്നത്. അച്ഛനും മകളും രണ്ട് രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് അഫ്സലിന്റെ പേരിങ്ങനെ പൊങ്ങി വരുന്നതും ഇവർ രണ്ടുപേരും തമ്മിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് ഓടുന്നതും അഫ്സലിനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ സംസാരിക്കുന്നതും. അഫ്സൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളുടെ എല്ലാം സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകും. ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണോ, അഫ്സലായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചതാണോ, ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ജൂലൈ മാസത്തിൽ ജാസ്മിന്റെ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ജാസ്മിന്റെ അച്ഛൻ സംസാരിക്കേണ്ടായത്. അപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ നമ്മുടെ അഫ്സൽ ബിഗ് ബോസിലേക്ക് ഒരു വൈൽഡ് കാർഡിന്റെ രൂപത്തിൽ വരികയാണെങ്കിൽ ഈ സത്യങ്ങളെല്ലാം തീർച്ചയായിട്ടും തെളിയും. അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഗെയിം മാറ്റി കളിക്കേണ്ടി വരും. ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു കോംബോ പിരിയും. അഫ്സലിന്റെ നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കാൻ പറ്റും. ജാസ്മിനെ പൊട്ടിക്കാൻ വേണ്ടി വന്നവന് വേണമെങ്കിൽ ബിഗ് ബോസിന്റെ വിന്നറായി മാറാൻ വരെ ചാൻസ് ഉണ്ട്, അഫ്സൽ എങ്ങനെ കയറി വരികയാണെങ്കിൽ. പിന്നീട് അഫ്സൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പറയാം.
അഫ്സൽ പറഞ്ഞത് ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. അഫ്സലിനോട് ഈ കാര്യം അൺഒഫീഷ്യൽ ആയിട്ട് അന്വേഷിച്ച സമയത്ത് അഫ്സലിന് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് 100% ഇഷ്ടമാണ്. അഫ്സൽ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ജാസ്മിന് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അഫ്സലാണെന്നുള്ള രീതിയിലാണ് അഫ്സൽ സംസാരിച്ചത്. ബിഗ് ബോസ് വിളിക്കുകയാണെങ്കിൽ 100% വരും. അതിപ്പോൾ ജാസ്മിൻ്റെ ഈ ഒരു ബന്ധത്തെ പൊട്ടിക്കാനായിട്ടല്ല, ഗെയിം കളിക്കാനായിട്ടും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വരാനായിട്ടും വളരെ വലിയൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അഫ്സൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അഫ്സൽ വരും. അതൊരു ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ച്. നല്ല TRP റേറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അഫ്സലിനെ കൊണ്ടുവന്നാൽ കിട്ടുന്ന TRP റേറ്റിംഗ് ഇപ്പം ഈ സമയത്ത് മറ്റാരും വന്നാലും കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് നല്ല രീതിയിൽ കത്തി നിൽക്കുകയാണ് നമ്മുടെ ജാസ്മിൻ ഗബ്രി വിഷയം. അപ്പോൾ അഫ്സലിന് വരാൻ പറ്റിയ സമയമാണിത്. അഫ്സലിൻ്റെ ഗെയിമും നടക്കും, ബിഗ് ബോസിൻ്റെ ഗെയിമും നടക്കും, വ്യൂവേഴ്സിൻ്റെ അത്യാവശ്യത്തിന് കോണ്ടന്റും കിട്ടും. നല്ല സീസണായിട്ട് ഇത് മുന്നോട്ട് പോകും ഈ ഒരു 4ാം ആഴ്ചയിൽ തന്നെ. എന്തായാലും വൈൽഡ് കാർഡ് എൻട്രികൾ ഒന്നിലധികം പേർ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു സമയം തന്നെ ഒന്നിലധികം പേർ വീടിനകത്തേക്ക് കയറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം റോക്കി പുറത്തായി, അതോടൊപ്പം തന്നെ 1-2 ആഴ്ചയിൽ 3 എവിക്ഷൻ ഉണ്ടായി. അത്തരത്തിലുള്ള കാരണത്താൽ ഇപ്പോൾ സിജോ മാറി നിൽക്കുന്നു. സിജോ തീർച്ചയായിട്ടും ബിഗ് ബോസിലേക്ക് വീണ്ടും വരും. എന്നാലും സിജോ ഈ സമയത്ത് മാറി നിൽക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളുള്ള സമയത്ത് തീർച്ചയായിട്ടും വൈൽഡ് കാർഡ് എൻട്രികൾ ഒന്നിലധികം പേർ ഒരുമിച്ച് കയറിയാലും വലിയ സർപ്രൈസ് ആവാനൊന്നുമില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതിലൊരാളായിട്ട് ബിഗ് ബോസിന് ഛേദമില്ല എങ്കിൽ അഫ്സലിനെ കൊണ്ടുവരാം. അഫ്സലിനെ കൊണ്ടുവന്നാൽ ഗെയിം നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ട് നല്ല രീതിയിൽ ഡീവിയേറ്റ് ചെയ്ത് പോകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അഫ്സൽ വരട്ടെ എങ്കിൽ നല്ല കോണ്ടന്റുകൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്